കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ കിലിയൻ എംബാപ്പെ ഇപ്പോൾ റയൽ മാഡ്രിഡിൽ എത്തിയിരിക്കുകയാണല്ലേ. പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ എല്ലാ ട്രാൻസ്ഫർ വിൻഡോകൾ വരുമ്പോഴും ട്രാൻസ്ഫറിൻ്റെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ കാര്യമായിട്ട് മെയിൻ ആയിട്ടുണ്ടാവുക എംബാപ്പെ ടു റയൽ മാഡ്രിഡ്. ഈ ഒരു കാര്യം മാത്രമാണ് പ്രധാനമായിട്ടുണ്ടാവുക. കാരണം എംബാപ്പെ ടു റയൽ മാഡ്രിഡ് മൂവ് കുറേ ആയി തുടങ്ങിയിട്ട് എല്ലാ വിൻഡോകളിലും പോവും എന്ന് പറയും. അവസാനം PSG തന്നെ തുടരും. അതാണ് നിലവിലുണ്ടാവൽ. കുറഞ്ഞ ഏതാനും സീസണുകളിലൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പോവും പറയും റയലിക്ക്, അവസാനം PSG തന്നെ തുടരും. കരാറ് പുതുക്കിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും. എംബാപ്പെ എന്ന് പറയുമ്പോൾ മുന്നേ തന്നെ റയലിൽ കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡിനും അദ്ദേഹത്തെ ടീമിലെത്തിക്കാനുള്ളൊരു താല്പര്യം മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അവസാനം അദ്ദേഹം റയലിൻ്റെ ജേഴ്സി ഇട്ടുകൊണ്ട് ഇപ്പോൾ കളത്തിൽ ഇറങ്ങി, പ്രസൻറ്റേഷനും കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡിൻ്റെ ഒരു അവസ്ഥയാണ്. ഒരു പക്ക സ്ക്വാഡാണ് റയൽ മാഡ്രിഡ് അല്ലെങ്കിലും ഉള്ളത്. അതിൽ പിന്നെ ഒരു മാറ്റമല്ല. പക്ക സ്ക്വാഡാണ്. ആൾറെഡി വിനീഷ്യസ്, റോഡ്രിഗോ, ബെല്ലിംഗാം പോലുള്ള താരങ്ങൾ ആൾറെഡി അവരുടെ മുന്നേറ്റ നിരയിലുണ്ട്. അതിൽ കൂടി എംബാപ്പയും കൂടി വരുമ്പോൾ, എംബാപ്പെ അവിടെ കളിച്ച പറഞ്ഞ മാതിരി എംബാപ്പയും കൂടി വരുമ്പോൾ ടീമിൻ്റെ സ്ട്രെങ്ത്ത് ഒന്നുകൂടിയും കൂടുകയാണ്. ഇവരൊക്കെ ഏത് പൊസിഷനിലാണ് ഒരുമിച്ച് കളിപ്പിച്ചാന്നില്ല ഒരു ഐഡിയ ഉണ്ടാവില്ല കോച്ചൊക്കെ. ഏതായാലും റയൽ മാഡ്രിഡ് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ പിടിച്ചാൽ കിട്ടാത്തൊരു ടീമാണ്. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗാണല്ലോ മെയിൻ. ചിലപ്പോൾ ലീഗിലൊക്കെ ഇനിയിപ്പോൾ ടോപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ ഒരു കപ്പടിച്ചിട്ടുണ്ടാവും. ചാമ്പ്യൻസ് ലീഗിൽ ആണോ പ്രധാനപ്പെട്ട നോട്ടം. അപ്പോൾ എംബാപ്പയും കൂടി വന്നു കഴിഞ്ഞാൽ ടീമിൻ്റെ അവസ്ഥ ഒന്നുകൂടി ടീം സ്ട്രെങ്ത്താണ്. എംബാപ്പെ എന്ന് പറയുമ്പോൾ നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും മൂല്യമുള്ളൊരു പ്ലേയേഴ്സിലൊന്നാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ യൂറോയിൽ വേണ്ട രീതിയിലുള്ള ഫോമിലേക്ക് താരത്തിനെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നിലവിലെ ഫുട്ബോളിലെ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ താരമൂല്യങ്ങളിൽ മുൻപന്തിയിലുള്ള ഒരാളാണ് എംബാപ്പെ അല്ലേ. അതേമാതിരി അദ്ദേഹത്തിൻ്റെ സ്പീഡ്, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കളി ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. സ്പീഡ് അദ്ദേഹത്തിൻ്റെ കൂടെ ചിലപ്പോൾ റൺ ചെയ്താർക്കും എത്തൂല, അമ്മാതിരി കുതിക്കലേക്കരം. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ യൂറോ കപ്പിൽ എന്താ പറയുക അവസാനഘട്ട മത്സരങ്ങളിലൊക്കെയാണ് പുറത്തായത്. അപ്പോൾ ഏതായാലും റയൽ മാഡ്രിഡിൽ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവസാനം എത്തി. ഇവിടുന്ന് അങ്ങോട്ട് റയലിൻ്റെ ലൈനപ്പ് എങ്ങനെയാണെന്നില്ലാതെ നമുക്ക് അതിൻ്റെ അടുത്ത മത്സരങ്ങളൊക്കെ വരുമ്പോൾ കാണാം. കാരണം റോഡ്രിഗോ, വിനീഷ്യസ്, ബെല്ലിംഗാം പോലുള്ള താരങ്ങൾ മുന്നേറ്റ നിരയിലുണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയറെ മുന്നിൽ നിന്ന് റയൽ റിലീസ് ചെയ്യുമെന്നില്ല, അതും അറിയില്ല. കാരണം വേറെ നല്ല ടീമുകളിലേക്ക് അവസരം കിട്ടാതെ വരുമ്പോൾ പോകാനും മതി. കാരണം നമ്മളെ ജെയിംസ് റോഡ്രിഗസൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ട്. അദ്ദേഹം കൊളംബിയയിൽ നല്ല പക്കായിട്ട് കളിക്കുകയായിരുന്നു. അത് 2014 വേൾഡ് കപ്പിലാണ് തോന്നുന്നുണ്ട് അദ്ദേഹം ടൂർണമെൻറ്റിൽ മികച്ച താരമായത്. ഒരു അടിപൊളി ഗോളൊക്കെ അടിച്ച് ആ സമയത്താണ് അദ്ദേഹത്തെ റയൽ പൊക്കിയത്. നല്ല ഫോമിലായിരുന്നു അദ്ദേഹം. റയൽ പൊക്കി ആദ്യം കുറച്ച് മത്സരങ്ങളൊക്കെ കളിപ്പിച്ച് പിന്നെ നേരെ കൊണ്ടുപോയി സൈഡിലിരുത്തി, ബെഞ്ചിലിരുത്തി. അവസരങ്ങൾ കമ്മിയായി, അവസരങ്ങൾ കൊടുത്തില്ല, ഫോം ഔട്ടായി. പിന്നെ അദ്ദേഹം എന്തായി എന്നൊരു കൊടുത്തോല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ക്ലബ്ബ് മാറിയിട്ടും ഇതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി. ഒന്നിലൊരു ക്ലച്ച് പിടിച്ചാതെ താരം പിന്നെയാണ് മങ്ങി വന്ന. എത്ര മേലോട്ട് കയറിയോ അതിലേറെ സ്പീഡിൽ താഴത്ത് കണ്ട് പോയ പ്ലെയറാണ് ജെയിംസ് റോഡ്രിഗസ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കോപ്പയിൽ അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ, വേണം എടുത്ത് പറയാം. വന്ന പെർഫോമൻസിന് ശേഷം, വേൾഡ് കപ്പിലെ പെർഫോമൻസിന് ശേഷം ഇപ്പോഴൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേര് ഉയർന്ന് കേൾക്കൽ തുടങ്ങിയത് ഈ കഴിഞ്ഞ കോപ്പയിൽ. അപ്പോൾ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തിങ്ങാണ്ട് കുറച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ റയൽ മാഡ്രിഡിൽ നിന്ന് പോയിട്ടുണ്ട്. അതേമാതിരി ഇതുപോലെ റയലിൻ്റെ ഇപ്പം നിലവിലുള്ള സ്ക്വാഡിലുള്ള മെയിൻ പ്ലേയേഴ്സ്, അതുപോലെ എംബാപ്പെ പോലുള്ള താരങ്ങളൊക്കെ ഇനി ഒരുമിച്ച് ടീമിൽ വരുമ്പോൾ ആരൊക്കെ കരഞ്ഞ് ബെഞ്ചിലിരിക്കേണ്ടി വരിക എന്നുള്ളതൊന്നും ഐഡിയ അല്ല. ആരെങ്കിലുമൊക്കെ റിലീസ് ചെയ്താൽ അവർക്ക് എന്താ പറയുക ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്ലബ്ബുകളോ, ബെറ്റർ ആയിട്ട് മീൻസ് വേറെ ഏതെങ്കിലും സ്റ്റാർട്ടിങ് ലെവലിൽ കളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ക്ലബ്ബിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഏതായാലും റയലിൽ എംബാപ്പെ എത്തി. ഇനിയിപ്പോൾ എംബാപ്പൻ്റെ റയലിൻ്റെ കുതിപ്പ്. റയലിൻ്റെ പറയുമ്പോൾ എംബാപ്പെ പറയുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒരു ഫാനൊക്കെ ആണല്ലോ അല്ലേ. അദ്ദേഹം പണ്ട് മുതലേ റൊണാൾഡോൻ്റെ ഫോട്ടോ ഒക്കെ റൂമിലൊക്കെ ഒട്ടിച്ചും കണ്ടുള്ള ഫോട്ടോസൊക്കെ, പഴയ ചെറുപ്പകാലത്തുള്ള ഫോട്ടോസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കളിക്കുന്ന ക്ലബ്ബാണ് റയൽ. അന്നപ്പോൾ റയലിനോട്ടൊരു ഇഷ്ടം വന്ന് ആൾറെഡി അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ അങ്ങനെ കേൾക്കാൻ റയലിൽ എത്തിയിട്ടുണ്ടാവും റൊണാൾഡോൻ്റെ ക്ലബ്ബിൽ. റൊണാൾഡോ ആണ് റയലിൻ്റെ ഐക്കണ്. ക്ലബ്ബിൽ നിന്ന് പോയാലും റൊണാൾഡോ ടു റയൽ മാഡ്രിഡ് അതൊരു ഒന്നൊന്നര എന്താ പറയുക കാഴ്ചയാണ്. റയലിൽ റൊണാൾഡോ ഉണ്ടാക്കിയ ഓളം ഇനിയിപ്പോൾ അവിടെ ആരും തന്നെ വന്നാലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് തോന്നുന്നില്ല.
അപ്പോൾ ഏതായാലും ഒരുപാട് താരങ്ങൾ നമ്മളെ ബ്രസീലിൻ്റെ എഡ്രിക്ക് പോലുള്ള താരങ്ങളും റയലിൻ്റെ സ്ക്വാഡിലുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ ഇനിയിപ്പോൾ കളിച്ചാൽ പോകണമെന്നില്ല ഒരു ഐഡിയ ഇല്ല. കോച്ചിന് തലവേദനയാക്കണം മിക്കവാറും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്ലേയേഴ്സിൻ്റെ കരിയർ സൈഡ് ബെഞ്ചിലേക്ക് പോകുമ്പോൾ അതോ അവരുടെ കരിയർ നോക്കിയിട്ട് വേറെ ഏതെങ്കിലും ക്ലബ്ബ് തിരഞ്ഞെടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏതായാലും ഒരുപാട് വർഷം കഴിഞ്ഞ കുറച്ച് വർഷത്തെ ന്യൂസിന് ഒരു വിരാമമായി. എംബാപ്പെ ടു റയൽ മാഡ്രിഡ്. അത് കഴിഞ്ഞാൽ പിന്നെ എംബാപ്പെ PSG കരാറ് പുതുക്കി ഇതും വരും. ഈ ഒരു മാറി വരുന്ന വാർത്തകൾക്ക് ഒരവസാനമായി.